ലാസ്റ്റ് 5 months എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് MBBS എക്സാംസ് ഒക്കെ വരികയാണ്. അപ്പോൾ അതിന്റെ അടിയിലൂടെ നമ്മൾ ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് മെഡിക്കൽ വ്ളോഗ് നീറ്റ് കണ്ടന്റ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ചാനലിലും ഇടാറുണ്ട്. എന്റെ ലിങ്ക് ഞാൻ താഴെ ചാനൽ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ്. പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും, ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് 5 months സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്നെ പുതിയ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഷാഹിദാണ്. ഞാൻ GMC ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ യൂട്യൂബ് വാട്സപ്പ് ചാനലിലും ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാം. പിന്നെ വേറെ കുറച്ച് രണ്ട് പറയാനുള്ളത്, ഇത് നമ്മളെ സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് എങ്ങനെ റിവൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഫിസിക്സ് എങ്ങനെ പ്രോബ്ലം ചെയ്യണം, പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒരു ട്രിക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതൊരു സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാവരും തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്താൽ മതി, എന്നെ ഒന്ന് ഒഴിവാക്കിയാൽ മതി സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ രാവിലെ എണീച്ച് പഠിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ്. എന്റെ സ്റ്റഡി പ്ലാൻ ആണ്. 15 hours യു ക്യാൻ സ്റ്റഡി. 15 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ 6+ hours ഉറങ്ങാനും പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും സെറ്റാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റഡി പ്ലാൻ പറയാം. നമ്മളെ പ്ലാൻ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരും, പിന്നെ എങ്ങനെ റിവൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും, പിന്നെ ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരും, പിന്നെ എക്സാംസ് എങ്ങനെ എഴുതുന്നതും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, റെഡി? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനീഷ്യലി നമുക്ക് 7 to 8 ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബയോളജി റിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇന്നലെ എടുത്ത ടോപ്പിക് അല്ലെങ്കിൽ 1-2 മാസം മുന്നേ എടുത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, റിവിഷൻ ആണ് ചെയ്യേണ്ടത്. ബാക്ക്ലോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. അപ്പോൾ ഇപ്പൊ കറന്റ് ബാക്ക്ലോഗേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഈ റിവിഷന്റെ ടൈമിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ ഈ ടൈമിലും ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്ക്ലോഗേഴ്സിന് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ ആണ്. പിന്നെ 8:30 മുതൽ 10:30 വരെ ഏകദേശം 2 മണിക്കൂർ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക. ഏത് ക്ലാസ്സാണ് കേൾക്കേണ്ടത്? ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി, ഇതിൽ ഏതെങ്കിലും ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കേണ്ടത് രാവിലെ. പിന്നെ 10:30, പിന്നെ ഈ 8 to 8:30 ഉണ്ടല്ലോ, ഒരു അരമണിക്കൂർ. 8 to 8:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഞാൻ പറയാൻ പറഞ്ഞതാണ്. പിന്നെ 10:30 to 12:30 2 മണിക്കൂർ ക്ലാസ് കേൾക്കുക, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി. ഇതിൽ ഫസ്റ്റ് ബയോളജി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കെമിസ്ട്രി കേൾക്കുക. അപ്പൊ 12:30 to 1 ഒരു അരമണിക്കൂർ എന്ത് ലഞ്ച് ബ്രേക്ക് ആണ് നിങ്ങൾക്ക് വരുന്നത്. ലഞ്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ലഞ്ച് കഴിക്കുക. കുളിയൊക്കെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ രാവിലെ കഴിക്കുക, അല്ലെങ്കിൽ ടൈം വേറെ ഉണ്ട്. പിന്നെ 12:30 to 1, പിന്നെ 1 to 3 ഏകദേശം 2 മണിക്കൂർ ക്ലാസ് കേൾക്കുക, ഫിസിക്സ് കേൾക്കുക. ഫിസിക്സ് ഓക്കെ, ഫിസിക്സ് ക്ലാസ് കേട്ടു. ഫിസിക്സ് ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 to 4 to 5 ഇത് ഫിസിക്സ് പഠിക്കാനുള്ള ടൈമാണ്. 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യുക. എന്താ വെച്ചാൽ കോൺസെപ്റ്റ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണിത്. അപ്പോൾ ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ ഒരു പ്ലാൻ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, റെഡി? പിന്നെ 5 to 5:30 ബ്രേക്ക് ആണ്. 5 to 5:30 ബ്രേക്ക് ആണ്, ടീ ബ്രേക്ക് ആണ്. കുളിക്കണമെങ്കിൽ കുളിക്കാൻ മാത്രം നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. പിന്നെ 5:30 to 7:30 വരെ 2 മണിക്കൂർ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾക്ക് NCERT വായിക്കണമെങ്കിൽ ആ നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിക്കാനും സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യെസ്. പിന്നെ 7:30 to 9:30 8:30 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. ബയോളജി NCERT വായിക്കുക. 1 മണിക്കൂർ കൊണ്ട് NCERT റീഡ് ചെയ്ത് തീരും. കാര്യം വെച്ചാൽ അന്നെടുത്ത ടോപ്പിക് കാര്യം നിങ്ങൾ വായിക്കുന്നത്. യെസ്, റിവിഷൻ നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇവിടെ. പിന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. യെസ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് 9:30 ആയപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി പിന്നെ എന്താ ചെയ്യുക? പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. 10:30 to 11 12 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഏതിലൊക്കെ 2 സബ്ജക്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുക. അല്ലെങ്കിൽ 2 കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 ചെയ്യുക. അല്ലെങ്കിൽ ഏതിലൊക്കെ 1 ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റഡി പ്ലാൻ പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ ടൈമിൽ ലാഗ് അടിപ്പിക്കാതെ പറഞ്ഞിട്ടുണ്ട്. റെഡി? ഇനി പറയാനുള്ളത് ഈ ഒരു ഇതുകൊണ്ട്, ഈ സ്റ്റഡി പ്ലാനെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടായി എന്ന് വെച്ചാൽ 6.5 മണിക്കൂർ ആ 6+ hours ഉറങ്ങി
15 മണിക്കൂർ പഠിച്ചു, റിവിഷൻ ചെയ്തു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, NCERT റീഡിങ്ങും കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പിന്നെ ഈ ഒരു പ്ലാനിൽ നമ്മൾ ഇനി എന്തൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിവിഷൻ ചെയ്യണം എന്നായിരിക്കും. അതുപോലെ തന്നെ ഈച്ച് സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. സെക്കൻഡ് ഫസ്റ്റ് റിവിഷൻ അങ്ങനെ ചെയ്യും പറയും, പിന്നെ എങ്ങനെ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റ് പഠിക്കണം എന്ന് പറയും, പിന്നെ അങ്ങനെ എക്സാംസ് എങ്ങനെ എഴുതേണ്ടതെന്നും കൂടി ഞാൻ എങ്ങനെയാണ് എഴുതിയത് പറഞ്ഞുതരാം. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തു എന്നാണല്ലോ നിങ്ങളോട് പറയുന്നത്. റെഡി? എങ്ങനെ ഫിസിക്സ് റിവിഷൻ ചെയ്യും? ഫിസിക്സ് എങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, റിവൈസ് ഇക്വേഷൻസ് ഫസ്റ്റ് വിത്തിൻ 5 മിനിറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഫിസിക്സ് ഇപ്പോൾ നമ്മൾ രാത്രി 2 മണിക്കൂർ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ 2 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യും. ഒരു 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓടിച്ചു വിടുക. പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചാൽ മതി. പിന്നെ ബുക്ക് തുറന്നു വെക്കുക. ബുക്ക് നിങ്ങൾ തുറന്നു വെച്ചു. ബുക്ക് തുറന്നു വെച്ചാൽ ബുക്കിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? PYQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ആൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഇരട്ടിയാക്കാൻ പറ്റും അല്ലെ? അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. പിന്നെ ബുക്ക് ഷഫിൾ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾ 3 മാസം കഴിഞ്ഞ് റിവിഷൻ ചെയ്യുമ്പോൾ ആ സെയിം ബുക്ക് തന്നെ യൂസ് ചെയ്യുക, വേറെ ബുക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 10 ബുക്ക് നിങ്ങൾ ടാബിൽ എടുത്ത് വെച്ചിട്ട് ആ ടാബിൾ 10 ഇങ്ങനെ മറിച്ച് അതായത് 10 ഷഫിൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും 1-2 ബുക്ക് നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. യെസ്, ഡൺ. അതും ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ചെയ്തല്ലോ. ഇനി അടുത്ത പറയാനുള്ളത് റിവിഷൻ ഫോർ കെമിസ്ട്രി. നമ്മൾ എങ്ങനെ കെമിസ്ട്രി റിവിഷൻ ചെയ്യും എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. യെസ്, ഫിസിക്കൽ കെമിസ്ട്രി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്സിനെ പോലെ തന്നെ എന്താണ് ഞാൻ ഫിസിക്സിൽ പറഞ്ഞത് അത് ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യാം. നിങ്ങൾ നമ്മൾ പറഞ്ഞ് ടൈം കളയുന്നില്ല. ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഗോ ത്രൂ ആൾ റിയാക്ഷൻസ് ഇൻ ലെക്ചർ നോട്ട്. ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതണം. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ക്ലാസ്. അതായത് അത് ഇപ്പോഴല്ല പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഓരോ സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ റിയാക്ഷൻസും നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ എല്ലാ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. ദെൻ ഡു ക്വസ്റ്റ്യൻസ് ആൾറെഡി ഡൺ ഓൾ ന്യൂ. പുതിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓർഗാനിക്കിന് PYQs ചെയ്യുന്ന അത്ര നല്ലതല്ലെന്നൊക്കെ ഞാൻ പറയാം. ഇനോർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ബയോളജി പഠിക്കുന്നത് പോലെ തന്നെ റിവൈസ് ലൈക്ക് ബയോ യൂസ് ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനൊക്കെ മൈൻഡ് മാപ്പാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത കാര്യം NCERT ഹൈലൈറ്റ് ചെയ്തത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എങ്ങനെ റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ബയോളജി എങ്ങനെ റിവിഷൻ ചെയ്യുക? NCERT ലൈൻ ബൈ ആയിട്ട് വായിക്കുക. ടൈം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. PYQs ചെയ്യാൻ പാടില്ല. ബയോളജിക്ക് എന്താ വെച്ചാൽ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മൾ എങ്ങനെ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റിനെ ഡീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ അധിക വീഡിയോസിലും പറയുന്നത് പോലെ മെമോനിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരു പുതിയ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, പുതിയ പ്ലാൻ എന്നല്ല, നിങ്ങൾക്ക് ആൾറെഡി അറിയുന്നുണ്ടാവും എലൈറ്റ് പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഈ എലൈറ്റ് പ്ലാനിന്റെ ഇപ്പോഴത്തെ പൈസ എന്ന് പറഞ്ഞാൽ less than 2K ആണ്. അപ്പോൾ ആൾറെഡി ഇതിന് മുന്നേ നിങ്ങൾക്ക് 4,990 വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 3,999 വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ less than 2K ആണ്. അപ്പോൾ ഈ നവംബർ ഓഫറാണ്. കോഡൊക്കെ എന്താണ് യൂസ് ചെയ്യേണ്ടതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നവംബർ എന്നുള്ള കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡ്രോപ്പ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കോർ കാർഡ് 2024 സ്കോർ കാർഡ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 400 to 500 രൂപ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഓഫ് വരുന്നതായിരിക്കും. യെസ്, പിന്നെ എലൈറ്റ് പ്ലാൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. യെസ്, നോട്ട്സ് ഫോർ റിവിഷൻ. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ല പക്ക അടിപൊളി നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ എലൈറ്റ് പ്ലാൻ വഴി നിങ്ങൾക്ക് ഈ ഒരു ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വഴി നിങ്ങൾക്ക് ഒരുപാട് 3 സബ്ജക്റ്റിനും അവൈലബിൾ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളെ പ്രാക്ടീസ് നിങ്ങൾക്ക് ഒരു പ്രീ എക്സ്പോഷർ ഉണ്ടാക്കി തരും. നീറ്റിന് വരാൻ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. പിന്നെ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെമിസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് ടു പോയിന്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ റിവൈസ് ചെയ്യാനും നോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് പെട്ടെന്നൊക്കെ റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൺസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് മൈൻഡ് മാപ്പ് ഏറ്റവും നല്ല മെത്തേഡ് ആണെന്നുള്ളത്. പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ എക്സാമിന് കുറച്ച് മുന്നേ അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് 1, 2, 3 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ PYQ മാർക്ക് NCERT ആണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ബയോളജിക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? PYQ മാർക്ക് NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ലൈനിൽ നിന്നും
അതായത് ഓരോ ഇപ്പോൾ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജിൽ ഏതൊക്കെ ലൈനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് NCERT റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. PYQ മാർക്കിൽ NCERT. പിന്നുള്ളത് പേജ് വൈസ് NCERT ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പാർട്ട് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. വിത്തിൻ 10 സെക്കൻഡിനുള്ളിൽ തന്നെ എക്സാംസ് നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് ഫോർ ഫിസിക്സ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില കുട്ടികളൊക്കെ എന്നുണ്ടെങ്കിൽ ബേസിക്സ് സെറ്റ് ആവാത്തവരുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ട്രബിൾ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫിസിക്സ്. അതിന് സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫോർമുല സെക്ഷൻ, സെപ്പറേറ്റ് ഫോർമുല സെക്ഷൻ ഉണ്ട് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പർ 9176524606 ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിഫ്റ്റ് കിട്ടും. നിങ്ങൾക്ക് എന്താ വെച്ചാൽ കെമിസ്ട്രി നെയിം റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ് എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ NCERT എക്സാമ്പിൾ ഡോക്സുമായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. പഴയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് 1099 ഈ ഒരു 1099 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കോംബോ ഓഫർ ഉണ്ട്. ഈ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ അലൈറ്റ് പ്ലാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ടെസ്റ്റ് സീരീസും അലൈറ്റ് പ്ലാനും 2699 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യണം. ഈ കോഡ് നവംബർ എന്നുള്ള കോഡ് നിങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, PYQ ബുക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 സബ്ജക്റ്റിനുണ്ട്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ <1K നിങ്ങൾക്ക് ഈ ഒരു 3 ഇതും കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവരുടെ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പ്, എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24/7 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് ഹൗ ടു സ്റ്റഡി ഫിസിക്സ് എന്നുള്ളതാണ്. ഫിസിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കും? യെസ്, ഫിസിക്സ് പഠിക്കാനുള്ളത് ലാസ്റ്റ് ക്ലാസ് ഷുഡ് ബി ഫിസിക്സ്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ദിവസം കാണുന്ന നമ്മളെ വീഡിയോ ഫോളോ ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾ സ്കിപ്പ് അടിക്കാത്ത കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലാസ്റ്റ് ക്ലാസ് ഷുഡ് ബി ഫിസിക്സ് ആയിരിക്കണം ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫിസിക്സിന്റെ കോൺസെപ്റ്റ് മറക്കൂല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. യെസ്, ഇമ്മീഡിയറ്റ്ലി ഡു ക്വസ്റ്റ്യൻസ് ആണ്. ഡു മാക്സിമം ക്വസ്റ്റ്യൻസ് പെർ ഡേ. അതായത് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് നമ്മളെ മെയിൻ എയിം എന്തായിരിക്കണം, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം എന്നതായിരിക്കണം. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് പെർ ഡേ ചെയ്ത് കഴിഞ്ഞാൽ 20 × 7 140 ക്വസ്റ്റ്യൻസ് ഒരു വീക്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേറെ, എക്സാമിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേറെ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മോഡലിൽ, പിന്നെ പ്രീ മോക്കിലൊക്കെ കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൾറെഡി നിങ്ങൾ ചെയ്യും. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പിലും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷോർട്ട് നോട്ടാണ് വേണ്ടത്, എല്ലാ ഷോർട്ട് നോട്ടും നിങ്ങൾക്ക് നീറ്റിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ഫിസിക്സിന്റെ ബേസിക്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോ നീഡ് ടു ഡു റീഡ് NCERT ഫിസിക്സിന് ഇപ്പോൾ റീഡ് ചെയ്യേണ്ട ആവശ്യമുള്ള ടൈമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പാരഗ്രാഫ് എന്തെങ്കിലും ചെറിയ പോയിന്റ്സ് ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ആ നേരത്തെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ PDF നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് മാപ്പ് നോക്കുക, അല്ലെങ്കിൽ NCERT ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാലും മതിയാകും. പിന്നെ ഈ ഒരു കാര്യം ഇതുപോലത്തെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പെട്ടെന്ന് ചെയ്യാം? ഇത് നിങ്ങൾ ചോദിച്ചത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനത്തെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ട ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ 1799.1 ഈ 1799.1 നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് 1,800 ആക്കുക. 1,800 ആക്കി ഡിവൈഡഡ് ബൈ 29 ഉള്ളത് 30 ആക്കുക. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ സുഖമാണ്. ഇത് കട്ടായി പോയി 6 3 18. യെസ്, ഉത്തരം 60 എന്ന് കിട്ടും. യെസ്, ഉത്തരം 60 എന്ന് കിട്ടി. 60. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് അപ്രോക്സിമേഷൻ എടുത്തിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇത് എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഹൗ ടു സ്റ്റഡി കെമിസ്ട്രി എന്നുള്ളതാണ്. ഇനോർഗാനിക് എങ്ങനെ പഠിക്കും? നിങ്ങൾ ബയോളജി പഠിക്കുന്ന പോലെ തന്നെ ഇനോർഗാനിക് പഠിക്കുക. ഞാൻ എങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ NCERT റീഡ് ചെയ്യും. ഇപ്പോൾ NCERT റീഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്ത് വെക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യും. ഏകദേശം പറഞ്ഞ പോലെ 20 × 7, അതായത് ഒരു ദിവസം 20 ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ എക്സാംസിന് മുന്നൊക്കെ ജസ്റ്റ് മൈൻഡ് മാപ്പ് ഒന്ന് റീഡ് ചെയ്യും എക്സാമിന് മുന്നേ പോകുമ്പോൾ. പിന്നെ ഇതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് ഇടാൻ കൊടുത്തില്ല. പിന്നെ എക്സാം കഴിഞ്ഞു തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും,
NCERT ആ പേജ് ഏത് ക്വസ്റ്റ്യൻ തെറ്റിയ ഏത് ടോപ്പിക്കാണ് ആ ടോപ്പിക്കിന്റെ ഏരിയന്റെ NCERT ബ്ലാങ്ക് ഉണ്ടാവും സൈഡിൽ, ആ ഭാഗത്ത് എഴുതി വെക്കും, സൈഡ് ഓഫ് ദി പേജ്. യെസ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നുള്ളത് ഓർഗാനിക് ആണ്. ഓർഗാനിക് എങ്ങനെ പഠിക്കും? ക്ലാസ് പ്ലസ് നോട്ടാണ് നിങ്ങൾ ഓർഗാനിക്കിന് ചെയ്യേണ്ടത്. അതായത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി നോട്ട് ചെയ്ത് പോവുക. ഒരുപാട് മാത്തമാറ്റിക്സ് എടുക്കുന്നത് പോലെ ആയിരിക്കും ഓർഗാനിക് എടുക്കുക. ഓരോ കാര്യങ്ങൾ എഴുതി വരച്ചാണ് പഠിക്കുക. സ്റ്റെപ്പ് വൈസ് ആയിരിക്കും. അപ്പോൾ നോട്ട് നിങ്ങൾ എഴുതണം, മസ്റ്റായിട്ട് എഴുതണം. പിന്നെ ദെൻ അതിനുശേഷം ഇത് ചെയ്തു, ഫസ്റ്റ് ഇത് ചെയ്തു, രണ്ടാമത് ഇത് ചെയ്തു, മൂന്നാമത് NCERT, പിന്നെ അതിനുശേഷം NCERT റീഡ് ചെയ്യുക. നിങ്ങൾ എഴുതിയ നോട്ടുകളൊക്കെ NCERT ഉണ്ടോ എന്ന് തന്നെ നോക്കുക, ഉറപ്പ് വരുത്തുക. യെസ്, ദെൻ ഡു ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. യെസ്, എത്ര ക്വസ്റ്റ്യൻസ്? ഞാൻ പറഞ്ഞതുപോലെ 20x7 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നില്ല. പിന്നെ PYQs ചെയ്യേണ്ട ഒരുപാട് മറ്റേ ഇതുണ്ട്. ഈ PYQs ഇപ്പോൾ ലാസ്റ്റ് 10 years 20 years ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ടൈം വെറുതെ വേസ്റ്റ് ആവും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് ഞാൻ പറഞ്ഞുതരാം. റൂട്ട് എങ്ങനെയാണ് ഈ ഓർഗാനിക് പഠിക്കേണ്ടതുള്ള കറക്റ്റായിട്ട് റൂട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നെയിമിംഗ് റിയാക്ഷൻസ് പഠിക്കുക. നെയിമിംഗ് റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒക്കെ നെയിമിംഗ് റിയാക്ഷൻസ് പെട്ടെന്ന് മറക്കും, അതിന്റെ നോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുക. എക്സാമിന് മുന്നേ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതിയാകും. പിന്നെ അതിനുശേഷം റിയാക്ഷൻ മെക്കാനിസം സെറ്റ് ആക്കുക. റിയാക്ഷൻ മെക്കാനിസം സെറ്റ് ആക്കി കഴിഞ്ഞാൽ 75 to 80% ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഈസ് ഓവർ എന്നാണ് പറയുന്നത്. യെസ്, റിയാക്ഷൻ മെക്കാനിസം സെറ്റാക്കി. അതിനുശേഷം ഹൈഡ്രോ കാർബൺ സെറ്റാക്കി. ഹൈഡ്രോ കാർബൺ നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ എടുക്കുന്ന എല്ലാ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒക്കെ പഠിക്കാത്ത പ്ലസ് ടു ഉള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 95 to 90 ടോപ്പിക്സ് 90% ഓർഗാനിക് സെറ്റാക്കി. ഇത് മൂന്നും പഠിച്ചു കഴിയുമ്പോൾ 90 ടോപ്പിക്സോളം നിങ്ങൾ പഠിച്ച് സെറ്റാക്കി. പിന്നെ 12th ഓർഡറിൽ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100% സെറ്റായി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർഗാനിക് നല്ല മാർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് എനിക്ക് നീറ്റ് 2023 ഞാൻ നീറ്റ് ചെയ്തത്. അതിൽ എനിക്ക് ഓർഗാനിക്കിൽ ഫുൾ മാർക്കാണ്. പിന്നെ സ്റ്റഡി ആറ്റ് മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെ പഠിക്കാം. പിന്നെ എക്സാംസ് എങ്ങനെ എഴുതും? എക്സാംസ് എങ്ങനെ എഴുതും? എക്സാംസ് എങ്ങനെ എഴുതും? യെസ്, എക്സാംസ് എങ്ങനെ എഴുതും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബയോ തുടങ്ങുക. 3 റൗണ്ട് നിങ്ങൾ ഒരു എക്സാം എഴുതുമ്പോൾ 3 റൗണ്ട് നിങ്ങൾ പോകണം. നീറ്റ് എക്സാം എഴുതുമ്പോൾ ബയോ കെമിസ്ട്രി ഫിസിക്സ്, ഓക്കെ, ഫിസിക്സ് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനൊക്കെ എങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. റെഡി? ഫസ്റ്റ് ഓഫ് ഓൾ ബയോ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തീർക്കാൻ നോക്കുക. 45 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കണം. 45 മിനിറ്റിനുള്ളിൽ തീർക്കാൻ നോക്കുക. ഒരു മണിക്കൂറിലെ 45 മിനിറ്റിനുള്ളിൽ തീർത്തു. ഏകദേശം 45 മിനിറ്റിനുള്ളിൽ ബയോ തീർത്തു. ഫുൾ ആയിട്ട് കിട്ടില്ല, കിട്ടാത്തതൊക്കെ റൗണ്ട് ഇട്ട് വെക്കുക. കിട്ടാത്തതിൽ ആലോചിച്ച് സമയം കളയുക, റൗണ്ട് ഇട്ട് പോവുക. പിന്നെ അങ്ങനെ കെമിസ്ട്രി ഇതുപോലെ തന്നെ ഏകദേശം ഒരു 1 ഹവറിനുള്ളിൽ തീർക്കുക. പിന്നെ ഒരു ഫിസിക്സ് ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് തീർക്കുക. ഓക്കെ, ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് 1.25 മണിക്കൂർ, കെമിസ്ട്രി 1 മണിക്കൂർ, ഇത് അപ്പൊ ഏകദേശം 3 മണിക്കൂറായില്ല, 3 മണിക്കൂറായി, 3 ഹവറായി. പിന്നെ ഇപ്പൊ എനിക്ക് നീറ്റിന്റെ കറക്റ്റ് ടൈം 3 ഹവർ ആൻഡ് 20 മിനിറ്റ് തന്നെ അല്ല നിങ്ങൾക്കുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ടുള്ളത് 3 ഹവർ ആൻഡ് 20 മിനിറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഇനി മാറ്റം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, പുതിയ വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 റൗണ്ടും കൂടി കംപ്ലീറ്റ് പിന്നെ സെക്കൻഡ് റൗണ്ട് ഒരു റൗണ്ട് കൂടി ഓടിച്ചു വിടുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പിന്നെ അതിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് 3ാമത്തെ റൗണ്ടിൽ. അങ്ങനെ ആയിരിക്കും നിങ്ങളെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. പിന്നെ ബബിൾ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു 4 ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇടുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ടിക്ക് ഇട്ടു, നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻ 1 2 3 4 ആയിരിക്കും. അപ്പം തന്നെ നിങ്ങൾ OMR എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അപ്പം തന്നെ ബബിൾ ചെയ്തിട്ട് പോകുക. അല്ലാതെ ഒരു ബയോളജി ഫുള്ള് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുള്ള് ഇതാക്കിയിട്ടല്ല ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരും. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ ഇതുപോലെ തന്നെയാണ് എല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഞാനൊക്കെ ഇതുപോലെയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം വഴി ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ചാനൽ വഴി ഒരുപാട് മെഡിക്കൽ വ്ളോഗും പോസ്റ്റുകളും കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകളും. നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയായിട്ട് ഇരിക്കുക, ഉഷാറായിട്ടിരിക്കുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.